ഹലോ. അപ്പം ഞാനിന്ന് പോകുന്നത് നമ്മുടെ തറവാട് വീട്ടിലേക്കാണ്. ചന്ദ്രൂട്ടൻ്റെ വീടാണ്. ഇപ്പോൾ നമ്മുടെ ഇടവഴിയിൽ നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ സൈക്കിളാണ് ഇരിക്കുന്നത്. ചന്ദ്രൂട്ടൻ ഉച്ചയ്ക്ക് കളിക്കാൻ പോയതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 5:30 ആയിരുന്നു ഇപ്പോൾ ഞാൻ വീട്ടിലേക്ക് എത്തിയേക്കുമ്പോൾ. അവൻ്റെ പുറത്തെന്തോ മുറിയായി കളിക്കാൻ പോയപ്പോൾ അതൊക്കെ വിളിച്ച് പറയുകയാണ് അവിടെ ഇരുന്നിട്ട്. പിന്നെ നമ്മുടെ ഉണ്ണിക്കുട്ടനും ചന്ദ്രൂട്ടും അവിടെ കാള ഉണ്ടാക്കിയതാണ് കേട്ടോ. കുട്ടികളല്ലേ, അവർക്ക് വയ്ക്കുന്ന രീതിയിൽ അവരുണ്ടാക്കിയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിരുന്നു തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇതാണ് ഞങ്ങൾ ചന്ദ്രത്തിൻ്റെ അച്ഛൻ്റെ വീട്, ഞങ്ങളുടെ വീട് കുറച്ചും കൂടി മൂടി പിടിപ്പിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഗ്രില്ലാട്ടും മുറത്ത് വെച്ചിരുന്നത്. അപ്പോൾ ഈ ഗ്രില്ല് തുറന്ന് നേരതാ ഇങ്ങനെ നോക്കിയാൽ മുറത്തൊക്കെ കാണാം, സുഖമായിട്ടിരിക്കാം. പിന്നെ മൊച്ചച്ചല്ലുള്ളത് കൊണ്ട് ഗ്രില്ലൊക്കെ വെക്കണം ഇവിടെ. പിന്നെ ഇതാട്ടോ ഞങ്ങളുടെ അമ്മ മരിച്ചിട്ട് ഇപ്പോൾ 1 വർഷമായി. ഈ മഞ്ഞക്കാരുള്ള സെറ്റ് എടുത്ത സാരി അതാ ഈ ഫോട്ടോയിലുള്ളത്, ഇതാണ് ഞങ്ങളുടെ അമ്മ. മറ്റേത് അച്ഛൻ്റെ അമ്മയാണ്, ഞങ്ങൾ അച്ഛമ്മയാണ്. അപ്പോൾ ഇതാണ് ടി വിയുള്ള റൂമെന്നാണ് ഞങ്ങൾ പറയുക. ഇവിടെയാണ് അനിയൻ കിടന്നിരുന്നത്, ഇവിടെയാണ്. ഇപ്പം ഞാൻ ഇപ്പം കിടക്കുക മുകളിലാട്ടോ. ഇവിടെ അച്ഛൻ ടി വി കാണാൻ കിടക്കണതാണ്. പണ്ടത്തെ ഒരു പഴയൊരു കട്ടിലുണ്ട്, അത് അച്ഛൻ ഒഴിവാക്കാൻ സമ്മതിക്കില്ല. അച്ഛൻ അവിടെ കടന്ന് ടി വി കാണണം, അത് കാരണം അത് ഒഴിവാക്കാത്തതാണ്. പിന്നെ ഈ റൂമിൽ സുബിയുടെ റൂമാണ്. ഈ റൂമിൽ ലൈറ്റിന് എന്തോ കംപ്ലയിൻ്റ് ഉണ്ട്, അതാണ് അത് കാണിക്കാൻ പറ്റാത്തത്. പിന്നെ ഇതാണ് ഞങ്ങളമ്മ കിടന്നിരുന്ന റൂം, ഞങ്ങളമ്മയുടെ റൂമാണിട്ടത്. ഞങ്ങളമ്മയുടെ ബാഗാണ് ഇരിക്കണത്. പിന്നെ അമ്മയുടെ അലമാറ, പിന്നെ അത്യാവശ്യം അമ്മ എടുക്കാത്ത കുറച്ച് സാരികളൊക്കെ ഉണ്ടായിരുന്നു അത് അലമാറയുടെ ഉള്ളിൽ. അപ്പോൾ ഈ കോണി ഇങ്ങനെ കയറിപ്പോകണം. ഈ കോണി കയറിപ്പോയിട്ടുള്ള മുകളിലത്തെ റൂമിലാണ് ഞങ്ങളെ ചന്ദ്രത്തിൻ്റെ റൂം. ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടപ്പുറത്തെ നടുവിൽ കോണിയും തൊട്ടപ്പുറത്ത് ഇപ്പുറത്ത് 2 റൂമായിട്ടാണ്. അപ്പോൾ ഈ റൂം വെറുതെ ഇട്ടിരിക്കുകയാണ്, ഇതൊന്നും ചെയ്തിട്ടില്ല. ഇതിൽ പഴയ പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് വയ്ക്കും. ഈ കുടുക്കയിൽ പുളിങ്ങൊക്കെ അമ്മ ഇട്ട് വെച്ചിരുന്നു ആദ്യം. പിന്നെ പഴയ പാത്രങ്ങളെല്ലാം ഇവിടെ ഇട്ട് വയ്ക്കുക. തൊട്ടപ്പുറത്തിന് ഞങ്ങളുടെ റൂം. ഞാനുള്ള സമയത്ത് ഇവിടെ ചന്ദ്രുട്ടൻ്റെയും മനുവിൻ്റെയും കളിപ്പാട്ടങ്ങളും സാധനങ്ങളും എല്ലാതും ഈ പുറത്തായിരുന്നു വെച്ചിരുന്നത്. പിന്നെ ഇവിടെ മുകളിൽ അഴക്ക കെട്ടിയിട്ട് കുട്ടികളുടെ തുണികളൊക്കെ ഉണക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ചന്ദ്രൂസിൻ്റെ റൂം. കട്ടിലുണ്ടായിരുന്നു, കട്ടിലിപ്പോൾ ഒഴിവാക്കിയതാണ്. ഇപ്പോൾ അനിയനാട്ടോ ഇവിടെ കിടക്കുക. പിന്നെ ഈ ഷാള് കെട്ടി വെച്ചിട്ടുണ്ടല്ലോ, ഇത് നമ്മൾ ചന്ദ്രസ് കുട്ടിയാകുമ്പോൾ നമ്മുടെ കമ്പിയുടെ തൊട്ടിലുണ്ടായിരുന്നല്ലോ, ആ തൊട്ടിലിനെ കുളത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷാള് കെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഷാളിൽ കുളത്തിയിട്ടാണ് ചന്ദ്രസ് തൊട്ടി വെച്ചിട്ടുണ്ടാവുക. ആ തൊട്ടിയിലാണ് ചന്ദ്രസ് കിടക്കുക. അപ്പോൾ ഞങ്ങൾ കട്ടിലുമ്പോൾ കിടക്കും. അപ്പോൾ ഞാൻ അവനെ കട്ടിലിൻ്റെ മുകളിലായിട്ടാണ് അവൻ്റെ തൊട്ടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ആട്ടി കൊടുക്കും. ഉറക്കത്തിലെ സമയത്ത് നെട്ടിൽ ആട്ടാനൊക്കെ എളുപ്പമായിരുന്നു. പക്ഷെ അവന് ഇഷ്ടമായിരുന്നു അങ്ങനെ തൊട്ടിൽ കിടക്കാൻ. അങ്ങനെ ആ തൊട്ടിലിൻ്റെ കയർ ഇതുവരെ ഊരിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കല്യാണത്തിന് തന്ന അലമാറയാണ്. 2007 എൻ്റെ വിവാഹം ഉണ്ടായിരുന്നത്. അന്നത്തെ ആ മോഡൽ അലമാറയാണ് ഇരിക്കുന്നത്. അതിലിപ്പോൾ ഇതേപോലെ പഴയ സാരിയും പിന്നെ അനിയൻ്റെ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ജനൽ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പുറം തൊടി കാണാം. അപ്പോൾ നമ്മുടെ ഉണ്ണിമോൾ ഇതാ ടാറ്റ കാണിച്ച് പോകുന്നുണ്ട്. പഴയ ഫോട്ടോസുകളൊക്കെ ഉണ്ടോ. അപ്പോൾ ഇത് ഞങ്ങളെ പുറത്തടുപ്പാണ്. അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു ഈ പുറത്തടുപ്പ് വെക്കണത്. അപ്പോൾ ഇപ്പോഴും പുറത്തന്നെ അടുപ്പ് വെച്ചിട്ടുണ്ട്, മാറ്റിയിട്ടില്ല. മഴ വരുമ്പോൾ മാത്രമേ ഞങ്ങൾ ഇവിടെ വെക്കാത്തുള്ളൂ. അപ്പോൾ ഇനി പോണത് അടുക്കളയിലേക്കാണ്. അപ്പോൾ ഇതാട്ടെ ഞങ്ങളുടെ അടുക്കള. അപ്പോൾ അതാ ഈ നിൽക്കുന്ന കറിവേപ്പില ഉണ്ടല്ലോ, ഇതൊക്കെ അമ്മ നട്ട് നനച്ചുണ്ടാക്കിയതാണ്.
അപ്പോൾ ഇത് പഴയൊരു മഞ്ചയാണ്. ഇതിപ്പോൾ അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല. പണ്ട് കൃഷിയൊക്കെ ഉള്ള സമയത്ത് നെല്ലൊക്കെ ഇട്ട് വെച്ചിരുന്നു. ഇപ്പോൾ ഇതിൽ പഴയ കോളാമ്പി, പഴയ മറ്റേ ചെമ്പിൻ്റെ ഓടിൻ്റെയൊക്കെ പാത്രങ്ങളൊക്കെയാണ്. പിന്നെ ഉണ്ണിമോളപ്പോഴേക്കും ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വന്ന് അവൾ ചായ കുടിക്കുകയാണ്. പിന്നെ ഇത് പഴയ പ്ലാവാണ്. ഈ പ്ലാവിൽ ഞങ്ങൾ ആദ്യം വെള്ളം നിറച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഇല്ലാത്ത സമയത്ത്. പക്ഷേ വെള്ളം നിറച്ചിട്ട് നല്ല തണുപ്പാവും കേട്ടോ. പിന്നെ സിമെൻറ്റിൻ്റെ പ്ലാവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോരോ പഴയ സാധനങ്ങളൊക്കെ ഇപ്പോഴും വീട്ടിലുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൊച്ചു വീടും സ്ഥലവും ഒക്കെ ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.